ആയിരത്തിലധികം വർഷങ്ങളായി ഇന്തോനേഷ്യയിലെ ഹിന്ദുക്കളുടെ പ്രധാന ആരാധനാ കേന്ദ്രങ്ങളിലൊന്നാണ് തിർഥായെമ്പുൾ ക്ഷേത്രം. അടുത്തിടെ നടി സ്വാസിക ഈ ക്ഷേത്രം സന്ദർശിച്ച ചിത്രങ്ങളും വീഡിയോകളും ഇൻസ്റ്റയിൽ പങ്കുവച്ചിരുന്നു. ബാലി ഭാഷയിൽ തിർഥായെമ്പുൾ എന്ന വാക്കിനർത്ഥം വിശുദ്ധ നീരുറവ എന്നാണ്. ഐതിഹ്യവും ചരിത്രവും തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തിന്റെ പ്രതീകമാണ് ഈ ക്ഷേത്രം. പുരാണങ്ങൾ അനുസരിച്ച് ദുഷ്ടനായ മയദാനവ രാജാവ് തന്റെ മാന്ത്രിക ശക്തികളാൽ ജനങ്ങളെ പീഡിപ്പിക്കുകയും ആരാധനകൾ തടയുകയും ചെയ്തു. ഇതിൽ കോപിഷ്ഠനായ ദേവേന്ദ്രൻ തന്റെ സൈന്യവുമായി മയദാനവനെതിരെ യുദ്ധം ചെയ്തു. യുദ്ധത്തിനിടയിൽ മയദാനവൻ വിഷം നിറഞ്ഞ ഒരു ഉറവ സൃഷ്ടിക്കുകയും ഇന്ദ്രന്റെ സൈനികർ അത് കുടിച്ചു മരിക്കുകയും ചെയ്തു. സൈനികരെ പുനരുജ്ജീവിപ്പിക്കാൻ ഇന്ദ്രൻ തന്റെ ആയുധം നിലത്തുകുത്തി ഒരു അമൃത സ്രോതസ് വിശുദ്ധജലം സൃഷ്ടിച്ചു. ഈ പുണ്യജലം ഉപയോഗിച്ച് സൈനികർ ഉണർത്തെഴുന്നേറ്റു. ഈ അത്ഭുത ഉറവയാണ് പിന്നീട് തിർഥായെമ്പുൾ ക്ഷേത്രത്തിലെ വിശുദ്ധ കുളമായി മാറിയത്. AD 962 വാർമദേവ രാജവംശത്തിന്റെ കാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത്. മെലുഗാദ് എന്നറിയപ്പെടുന്ന ആത്മീയ ശുദ്ധീകരണ ചടങ്ങാണ് ക്ഷേത്ര സമുച്ചയത്തിന്റെ പ്രധാന ആകർഷണം. 30-ലധികം ജലധാരകളുള്ള 2 പ്രധാന കുളങ്ങളാണ് ഇവിടെയുള്ളത്. ഭക്തരും സന്ദർശകരും ഈ ജലധാരകൾക്ക് താഴെ നിന്ന് ശരീരവും മനസ്സും ശുദ്ധീകരിക്കുന്നു. സന്ദർശകർ ആദ്യം ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ വഴിപാടുകൾ അർപ്പിക്കുന്നു. ശേഷം പ്രത്യേകമായി നൽകിയിട്ടുള്ള സരോങ് മുണ്ട് ധരിച്ച് ഓരോ ജലധാരയ്ക്ക് താഴെയായും നിന്ന് പ്രാർത്ഥിക്കുകയും മുഖം കഴുകുകയും വെള്ളം കുടിക്കുകയും ചെയ്യുന്നു. എങ്കിലും മരണാനന്തര ചടങ്ങുകൾക്ക് മാത്രമുള്ള 2 ജലധാരകൾ ജീവിച്ചിരിക്കുന്നവർ ഉപയോഗിക്കാൻ പാടില്ല. വിശുദ്ധജലത്തിന് രോഗശാന്തി നൽകാനും നെഗറ്റീവ് എനർജികൾ ഇല്ലാതാക്കാനും കഴിവുണ്ടെന്നാണ് ബാലിനീസ് ജനത വിശ്വസിക്കുന്നത്. ഈ ക്ഷേത്രം ബാലിനീസ് ഹിന്ദു സംസ്കാരത്തിന്റെയും വാസ്തുവിദ്യയുടെയും ഒരു പ്രധാന ഉദാഹരണമാണ്. കൂടാതെ യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായും ഇത് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ. സബ്സ്ക്രൈബ് ചെയ്യൂ ബബിൾകം മീഡിയ.